കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ ഇരിഞ്ഞാലക്കുടയിലെ TV പ്രേക്ഷക മീറ്റിങ്ങിലെ അത്ഭുത സൗഖ്യങ്ങളും വിടുതലുകളും കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടു. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഇന്നും ഇരിഞ്ഞാലക്കുടയിലെ ദൈവവചന ശുശ്രൂഷയിലേക്കും അത്ഭുത സാക്ഷ്യങ്ങളിലേക്കും നമ്മൾ പോവുകയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഏകനാമമേ ഉള്ളൂ, അത് യേശുവിൻ്റെ നാമം മാത്രമാണ്. അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം ഉണ്ട്. പാപമോചനം ലഭിച്ചേക്കാം എന്നല്ല, പിന്നെ അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ നാമം നിമിത്തം പാപങ്ങളുടെ മോചനം ഉണ്ട്. എത്ര മഹാപാപിക്കും പൂർണ്ണ വിമോചനമുണ്ട്, നിത്യരക്ഷയുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. ഈ മഹൽ സന്ദേശം ലോകം മുഴുവൻ അറിയണം. അതിനുവേണ്ടിയാണ് ഈ TV പ്രോഗ്രാം. പക്ഷേ ഇങ്ങനൊരു യേശു ഉണ്ടോ? അതെങ്ങനെ മനുഷ്യൻ അറിയും? ഈ യേശുവിനെ എവിടെ അറിയിക്കുന്നുവോ ആ സുവിശേഷം 1-ാം നൂറ്റാണ്ട് മുതൽ അറിയിച്ചിടത്തൊക്കെ ഈ വചനം പ്രസംഗിക്കുന്നവരോട് കൂടെ, അത് കേട്ടവരോട് കൂടെ കർത്താവ് പ്രവർത്തിക്കുകയും അവരുടെ കയ്യാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിക്കുകയും ചെയ്തു. ഇന്ന് ഞാൻ ഈ പറഞ്ഞ യേശു രക്ഷകനാണെന്നും ഉയർത്തെഴുന്നേറ്റെന്നും അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ടെന്നും കർത്താവ് തെളിയിക്കാൻ പോകുന്നത് ഇന്ന് നമ്മുടെ മധ്യത്തിൽ നടക്കുന്ന അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും. കർത്താവ് അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്നത് അത് ശുശ്രൂഷിക്കുന്ന ആളെ ഈ പ്രസംഗകൻ വലിയ ആളാണ്, പുള്ളി അത്ഭുത പ്രവർത്തകനാണെന്ന് കാണിക്കാനല്ല. ഇവിടെ ഇരിക്കുന്ന ഒരു ദൈവദാസന് പോലും ഒരു അത്ഭുതം പോലും ചെയ്യാനുള്ള കഴിവില്ല, എനിക്കുമില്ല. പക്ഷേ യേശുവിൻ്റെ നാമം പ്രസംഗിക്കുമ്പോൾ വിശ്വസിക്കുന്നവരുടെ മധ്യത്തിൽ അദൃശ്യനെങ്കിലും കർത്താവ് ഇറങ്ങി വരും. അവിടെ കൺമുന്നിൽ കണ്ണുകൾ തുറക്കും, കാതുകൾ തുറക്കും, അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിക്കുമ്പോൾ അത് നടക്കും. മാത്രമല്ല, അത് കാണുമ്പോൾ യേശു ഉണ്ടല്ലോ. നിങ്ങൾക്കെല്ലാം അറിയാം, തോമസ് ഊട്ടി ബ്രദറിനെ കൊണ്ട് ഒരാളെ പോലും സൗഖ്യമാക്കാൻ ഒക്കത്തില്ല. അപ്പം നമ്മുടെ മധ്യത്തിൽ ഒരാൾ സൗഖ്യമാകുമ്പോൾ ഇത് തോമസ് ഊട്ടി ബ്രദറോ മറ്റാരുമല്ല, ഈ കേട്ട വചനം പോലെ അവൻ ഉയർത്തിരിക്കുന്നു. അപ്പോൾ ആ കർത്താവിൽ വിശ്വാസം വരും. വിശ്വസിക്കുന്ന വ്യക്തിക്ക് പാപമോചനം കിട്ടും. രോഗസൗഖ്യം ഒരു വ്യക്തിക്ക് കിട്ടുന്നത് കർത്താവ് ഏറ്റവും ആഗ്രഹിക്കുന്നു. അവൻ്റെ കഷ്ടപ്പാട് മാറണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് രോഗികളെ കണ്ടപ്പോൾ കർത്താവ് മനസ്സലിഞ്ഞു. അപ്പം സൗഖ്യങ്ങളും വിടുതലുകളും നടക്കുന്നത് രണ്ട് കാര്യത്തിന്. ഒന്ന്, ആ വ്യക്തിയോടുള്ള മനസ്സലിവിൽ അവൻ്റെ കഷ്ടപ്പാട് മാറാനായി കൊടുക്കുന്നു. രണ്ട്, ആ അത്ഭുതത്തിലൂടെ ലോകം അറിയണം രക്ഷകൻ ജീവനോടെ ഉണ്ട്, അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവിടെ ഒരു വ്യക്തിക്ക് ഈ ലോകത്തിലേക്ക് ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ, ഒരു അത്ഭുതം കിട്ടുമ്പോൾ, അത് കണ്ട് വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ ലോകം കൊണ്ട് തീരാത്ത ഒരു നിത്യ അനുഗ്രഹം കൂടെ ലഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇത്രയേ ഉള്ളൂ സുവിശേഷം. ഞാൻ ഈ പറഞ്ഞ അത്രയേ ഉള്ളൂ സുവിശേഷം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ട്. ആമേൻ. ഇതെല്ലാവരും അറിയണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഈ TV പ്രോഗ്രാം നടത്തുന്നത്. എന്നാൽ ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിൽ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയാനല്ല പലരും വന്നത്. ഞാൻ കർത്താവായ യേശുവിനടുക്കൽ വന്നപ്പോൾ, വചനം കേട്ടപ്പോൾ, ഞാൻ വാസ്തവത്തിൽ സ്വർഗത്തിൽ പോകാമല്ലോ എന്നും കൊണ്ടല്ല വന്നത്. കാരണം സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കാനോ നരകത്തെക്കുറിച്ച് ചിന്തിക്കാനോ കഴിയാത്ത വിധം എൻ്റെ വീട് പ്രതിസന്ധികളാൽ നിറഞ്ഞ്, മരിച്ചാലെന്താ, മരണശേഷം എന്താണെങ്കിൽ എന്താ എന്ന് ചിന്തിക്കുന്ന അതിതീവ്ര ദുഃഖങ്ങളുടെ നടുവിലിരുന്നപ്പോഴാണ് പണത്തിനോ എൻ്റെ വിദ്യാഭ്യാസത്തിനോ ഒരു മനുഷ്യനോ എൻ്റെ പ്രാർത്ഥനകൾക്കോ ഒന്നും എന്നെ വിടുവിക്കാൻ കഴിയാതിരുന്നപ്പോൾ ഒരു ദൈവദാസൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, യേശു കർത്താവിന് തോമസ് ഊട്ടിയെയും ഭവനത്തെയും വിടുവിക്കാൻ കഴിയും.
അന്ന് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ എന്നുള്ളതല്ല എന്നെ ആകർഷിച്ചത്. എൻ്റെ ഭവനത്തിലൊരു സമാധാനം, എൻ്റെ സ്വഭാവങ്ങൾക്കൊരു മാറ്റം, എൻ്റെ വിഷയങ്ങൾക്കൊരു വിടുതൽ കിട്ടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ കേട്ടു. അതെന്നെ ആകർഷിച്ചു. അങ്ങനെ കർത്താവിൽ വിശ്വസിച്ച രാത്രിയിൽ എൻ്റെ ജീവിതത്തിൽ ഇല്ലാഞ്ഞ മഹാസമാധാനം എനിക്ക് കിട്ടി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒഴിവാക്കാൻ കഴിയാഞ്ഞ ദുസ്വഭാവങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് എന്നെ വിട്ടുമാറി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കഥയല്ല, ഈ കർത്താവ് ജീവനോടെ ഉണ്ട്. വാസ്തവത്തിൽ തുടർന്നാണ് നിത്യജീവനെക്കുറിച്ചും മരണാനന്തര അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ ചിന്തിച്ചത്, വിശ്വസിച്ചത്. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങളിൽ പലരൂടെ വന്നത് മരിച്ചടക്കി സ്വർഗത്തിൽ പോകാമെന്നും കൊണ്ടല്ല. നിങ്ങളിൽ പലരൂടെ വന്നത് പാപമോചനം കിട്ടുമോ എന്ന് വിചാരിച്ചല്ല. ചിലരെങ്കിലും അങ്ങനെ വന്നവരും കാണും. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോഴും തൻ്റെ അടുക്കൽ നിത്യജീവനെക്കുറിച്ചൊക്കെ ചോദിച്ചത് നിക്കോദമോസിനെ പോലെ വളരെ ചുരുക്കം പേരാ. ബാക്കി പലരും വന്നത് രോഗസൗഖ്യം കിട്ടാൻ, സമാധാനം കിട്ടാൻ, അവരുടെ ശാപക്കെട്ടുകളിൽ നിന്ന് വിടുതലാകാൻ, അവരുടെ വേദനകൾ മാറാൻ. അങ്ങനെയാണ് ഇന്നും പലരും വന്നിരിക്കുന്നത്. അതിന് കർത്താവിന് ഒരു പിണക്കവുമില്ല. അത് കർത്താവ് തന്നേ വിടത്തുള്ളൂ. ഇന്ന് നിന്റെ ജീവിതത്തിലെ വേദനാകരമായ വിഷയങ്ങളെ വിടുവിപ്പാൻ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ആ കർത്താവ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഇവിടെ ഉണ്ട്. ഈ സന്ദേശം യേശു ജീവനോടെ ഉണ്ടെന്ന് കേട്ട് വിശ്വസിച്ച പലരിലും വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു, എൻ്റെ ജീവിതത്തിൽ ചെയ്തു. ഇന്ന് ഈ സ്റ്റേജിലിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിച്ചാൽ അവരെല്ലാം അതിന് സാക്ഷികളാണ്. ഇവിടെ തൃശ്ശൂരിൽ ശുശ്രൂഷിക്കുന്ന റജി ബ്രദർ, അദ്ദേഹം ഒരു തികഞ്ഞ മദ്യപാനിയായി ഭാര്യാഭർത്തൃബന്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ പടികൾ എടുത്ത് ആ നിലയിലാണ് കോട്ടയത്ത് നടന്ന പ്രാർത്ഥനയിൽ കടന്നു വന്നത്. എന്നാൽ ഒറ്റ മീറ്റിങ്ങിൽ വെച്ച് കർത്താവ് തന്നെ സ്പർശിച്ചു. അന്ന് ഞാൻ മദ്യപിച്ചിട്ടാണ് ആ മീറ്റിങ്ങിന് ഞാനും എൻ്റെ കുടുംബവും വന്നത്. അങ്ങനെ അവിടുന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ദേവദാസൻ പറയുകയാണ്, നീ ഇപ്പോൾ മദ്യപിച്ച് ഇവിടെ ഇരിക്കുന്നു, കുടുംബജീവിതം തകർന്ന് വിവാഹബന്ധം വേർപെടുത്താനിരിക്കുന്ന വ്യക്തിയെ നിന്നെ യേശു സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് വരെ ഞാൻ ധരിച്ചിരുന്നത് യേശു എന്നെ ശിക്ഷ തരുന്നവനാ, എനിക്ക് രോഗം തരുന്നവനാ, എന്നെ കീറിക്കളയുന്നവനാ, ഞാനൊരിക്കലും ശരിയാകത്തില്ല. പക്ഷെ ആ ദേവദാസൻ വിളിച്ചു പറഞ്ഞ ഇന്നത്തെ പോലെ ഓർക്കുന്നു. തകർന്ന് തരിപ്പണമായി മദ്യപിച്ച് കുടുംബജീവിതം തകർന്ന് വിവാഹബന്ധം വേർപെടുത്താനിരിക്കുന്ന സമയത്ത് ആ ദൈവദാസനിലൂടെ ഞാൻ കേൾക്കുന്ന ആദ്യത്തെ വാക്ക്, എന്നെ യേശു സ്നേഹിക്കുന്നു. ഞാനിങ്ങനെ പറഞ്ഞുള്ളൂ, യേശുവേ, ഈ ദൈവദാസൻ പറയുന്നത് സത്യമാണെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് വരണമേ. എൻ്റെ മദ്യപാനം എനിക്ക് സ്വയമേ മാറ്റാൻ കഴിയത്തില്ല. എൻ്റെ കുടുംബം തകർന്ന് തരിപ്പണമായി. എനിക്കന്ന് 2 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ അവരുമായിട്ട് ഒന്നിച്ച് ജീവിക്കണം. ഈ 2 കാര്യം മാത്രമേ എൻ്റെ കർത്താവിനോട് ഞാൻ ചോദിച്ചുള്ളൂ. പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ യേശു, അവൻ ഇന്നും ജീവിക്കുന്നതിൻ്റെ തെളിവ് എന്നാന്ന് ചോദിച്ചാൽ, എൻ്റെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത സമാധാനം, എന്തെന്നില്ലാത്ത സന്തോഷം അന്ന് എനിക്ക് ലഭിച്ചു. അന്ന് എൻ്റെ ഭാര്യയുടെ കയ്യെ കയറി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് പിരിയണ്ട. സന്തോഷകരമായൊരു ജീവിതം. അന്ന് പിരിയാനിരിക്കുന്ന ആലോചനയില്ല. 1 മാസത്തിനുള്ളിലായിട്ട് പിരിയാനിരിക്കുന്ന സമയത്താണ്. പിരിഞ്ഞിട്ടില്ല. കർത്താവ് അങ്ങനെ ഞങ്ങളെ കൂട്ടി വെപ്പിച്ചു. ഇന്ന് 14 വർഷം കഴിഞ്ഞു. ഞങ്ങളെ നഷ്ടപ്പെട്ടു പോയതിൻ്റെ 100 ഇരട്ടി കർത്താവ് ഞങ്ങൾക്ക് തന്നു. വൈകിട്ടൊരു സമയമാകുമ്പോഴത്തേന് എൻ്റെ വീടിനെ നോക്കി നാട്ടുകാർ പറയും, തകർന്ന് തരിപ്പണമായ വീടാണെന്ന്. പക്ഷേ ഇന്ന് എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് എൻ്റെ വീട് സ്വർഗമായെങ്കിൽ ഇന്ന് തകർന്ന് തരിപ്പണമായി കുടുംബജീവിതം തകർന്ന് വിവാഹബന്ധം വേർപെടുത്തുന്ന അവസ്ഥയിൽ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശു ഇവിടെ വന്നിട്ടുണ്ട്. അവൻ ഇന്ന് പകലും ഇവിടെ അത്ഭുതം ചെയ്യുവാൻ, ഇവിടെ വിടുതൽ ചെയ്യുവാൻ അവൻ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഈ ടി വിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ, നിങ്ങളെ നോക്കി ഞാൻ പറയട്ടെ, നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ യേശുവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഈ സുവിശേഷം പറയാനാ ഞാൻ ഇരിങ്ങാലക്കുടയിൽ വന്നിരിക്കുന്നത്. ഈ സുവിശേഷമാണ് ടി വിയിലൂടെ ലോകത്തോട് ഞങ്ങൾ അറിയിക്കുന്നത്. ഏതെങ്കിലും ഒരു മതത്തെ കുറ്റം പറയാനോ മറ്റേതെങ്കിലും ഒരു സഭയുടെ ശുശ്രൂഷകരെ വിമർശിക്കാനോ ഈ പ്ലാറ്റ്ഫോം ഞങ്ങൾ ഉപയോഗിക്കത്തില്ല. കാരണം അവരെ ആരെയും കുറ്റം പറയത്തക്ക യോഗ്യതയൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ തകർന്നൊരു വ്യക്തി വിളിച്ചാൽ വാക്കുമാറാത്ത, അവൻ്റെ അടുക്കൽ കടന്നു ചെല്ലുന്ന ഒരു യേശു ജീവനോടെ ഉണ്ട്
ഇത് ലോകം അറിയണം. ഇന്ന് ഭൂമിയുടെ പരപ്പിൽ ലോകം കൈവിട്ടവർ കാണും. ഈ ഗ്ലോബ് മുഴുവൻ എടുത്താൽ ജീവപര്യന്തം ശിക്ഷിച്ച് തടവറകളിൽ കിടക്കുന്നവർ കാണും. ഇവനൊന്ന് ചത്താ മതി എന്ന് വിചാരിക്കുന്ന മക്കളെക്കുറിച്ച് വിചാരിക്കുന്ന അപ്പനമ്മമാർ കാണും. അങ്ങനെ എല്ലാ ആശയും കൈവടിഞ്ഞവരും ലോകത്ത് കാണും. പക്ഷെ ഞാൻ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് പറയാം, യേശു ക്രിസ്തുവിലേക്ക് വരുന്ന എല്ലാ വ്യക്തികളും, ആശ കൈവടിഞ്ഞ ഒരു വ്യക്തി പോലും ക്രിസ്തുവിനെ സംബന്ധിച്ച് ഈ ലോകത്തില്ല. വീണ്ടും ഞാൻ പറയാം, ആശ കൈവടിഞ്ഞ ഒരൊറ്റ വ്യക്തി പോലും 700-ൽ പരം കോടി ജനങ്ങളിൽ ഒരാൾ പോലും ഈ ലോകത്തില്ല. സകല മനുഷ്യരുടെ ആശാപുരുഷനായ യേശു. അവന് വിടുവിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയും എന്നെ കേൾക്കുന്നില്ല. അവന് വീട്ടിൽ തരാൻ കഴിയാത്തൊരു കടഭാരവുമായി ആരും എന്നെ കേൾക്കുന്നില്ല. അവന് ക്ഷമിച്ചു തരാൻ കഴിയാത്തൊരു മഹാപാപിയും ഇന്നെന്നെ കേൾക്കുന്നില്ല. അവന് പണിതെടുക്കാൻ കഴിയാത്ത ഒരു കുടുംബ പ്രശ്നവും ഇന്നാരും എന്നെ കേൾക്കുന്നില്ല. യേശുവിൻ്റെ അടുക്കലൊന്ന് വന്നാൽ മതി. യേശുക്രിസ്തു നിമിത്തം നിത്യമായ ജീവൻ സൗജന്യമായി നമുക്കേവർക്കും, അത് ലോകത്തെ അറിയിക്കാനാണ് ഈ TV പ്രോഗ്രാം. ഇത് വേറെ ഒന്നിനെയും പ്രൊമോട്ട് ചെയ്യാനില്ല. എന്തൊരു അനുഗ്രഹമാണല്ലേ. അത് തെളിയിക്കപ്പെടുന്നത്, യേശു ജീവിക്കുന്നത് തെളിയിക്കപ്പെടുന്നത് ഇന്ന് ജീവിക്കുന്ന അത്ഭുത സാക്ഷികളിലൂടെയാണ്. നമ്മൾ തുടർന്ന് അവിടെ കേട്ട അത്ഭുതകരമായ ചില സാക്ഷ്യങ്ങളൂടെ കേൾക്കാം. തോമസ് ബ്രദറെ, ഒരു അത്ഭുത സാക്ഷ്യമാണ് സഹോദരൻ. മദ്യപാനത്തിൽ നിന്ന് യേശു തൊട്ട് വിടുവിച്ച അത്ഭുത സാക്ഷ്യം. 18-ാമത്തെ വയസ്സ് മുതൽ മദ്യപാനത്തിന് അടിമയായി പോയൊരു വ്യക്തിയായത്. അദ്ദേഹം ചാലക്കുടി സ്വദേശിയാണ്. അങ്ങനെ മദ്യപാനത്തിൽ തകർന്ന് താൻ ജോലിക്ക് വേണ്ടി ഗൾഫിൽ പോയി, ബഹ്റിനിലായിരുന്നു. ബഹ്റിനിൽ ചെന്നും മദ്യപാനം തുടർന്നു. അവിടെ സ്വന്തമായി വാറ്റി കുടിച്ച വ്യക്തിയാണ്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ റൂംമേറ്റ്, താൻ നമ്മുടെ TV പ്രോഗ്രാം കാണുന്ന വ്യക്തിയായിരുന്നു. അവിടെ വെച്ച് നമ്മുടെ TV പ്രോഗ്രാം പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് പൂർണ്ണമായി വിശ്വാസമായില്ല. അങ്ങനെ താൻ അടുത്ത പ്രാവശ്യം ലീവിന് വരുന്ന സമയത്ത് താൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തൻ്റെ അകത്ത് ആരോ പറയുന്നു, ആ TV പ്രോഗ്രാം കാണണമെന്ന് ആരോ പറഞ്ഞു. അങ്ങനെ താൻ ആരുടെയും പ്രേരണയില്ലാതെ നമ്മുടെ TV പ്രോഗ്രാം ഓൺ ചെയ്തു. TV പ്രോഗ്രാം ഓൺ ചെയ്യുന്ന സമയത്ത് വരുന്ന ആ ശബ്ദം ഇതാ: ഏത് പാപിയെയും സ്നേഹിക്കുന്ന യേശു എന്നും ജീവനോടെയുണ്ട്. നടന്ന അത്ഭുതം, ഇദ്ദേഹം അവിടെ ഇരുന്ന് തൻ്റെ അകത്തിങ്ങനെ പറഞ്ഞു, ഇവർ പറയുന്ന യേശു ജീവനോടെ ഉണ്ടെങ്കിൽ, യേശു പാപികളെ സ്നേഹിക്കുന്നവനാണെങ്കിൽ, യേശുവേ മദ്യപാനിയായ എന്നെ ഒന്ന് വിടുവിക്കണേ കർത്താവ് എന്ന് മാത്രം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച സമയത്ത് ഒരു അനുഭവം ഉണ്ടായില്ല. പക്ഷെ താൻ പറയായിരുന്നു, അന്ന് രാത്രിയിൽ ഉറങ്ങുമ്പം തൻ്റെ അകത്ത് ഉറക്കം വരാത്തൊരവസ്ഥ. എഴുന്നേറ്റ് കട്ടിലേലിരുന്നു. അവിടെ ഇരുന്ന സമയത്ത് തൻ്റെ അകത്ത് താൻ ചെയ്തതൊന്നും ശരിയല്ലെന്നൊരു തോന്നൽ വന്നു. അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, യേശുവേ നിൻ്റെ രക്തം എന്നെ നീതീകരിക്കുമെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ വിടുവിക്കണേ കർത്താവേ. ബ്രദറെ, ഈ സഹോദരൻ പറയുമായിരുന്നു, ആ നിമിഷം തൻ്റെ അകത്തുനിന്ന് എന്തോ വിട്ടുമാറിപ്പോയി. താൻ അവിടെ ഫ്രീ ആയി. തൻ്റെ അകത്ത് വന്ന ഉറപ്പ്, ഈ നിമിഷം മുതൽ യേശു എന്നെ നീതീകരിച്ചിരിക്കുന്നു, ഞാൻ ഇനി പാപി അല്ല എന്നുള്ള വലിയ ഉറപ്പ് തൻ്റെ അകത്ത് കർത്താവ് പകർന്നു. ബ്രദറെ, അതോടെ മദ്യപാനം മാറിയോ? മദ്യപാനം മാറി. അതെന്നായിരുന്നു? 2008. 2008. ഇപ്പൊ 7 വർഷമായി മദ്യപാനം ഇല്ല. ഇല്ല. പൂർണ്ണമായും വിമോചനമായി, പൂർണ്ണമായി മാറി. യേശുവിനെ അറിഞ്ഞു. ആമേൻ. ബ്രദറെ, അന്നുണ്ടായ അനുഭവം ഒന്നുകൂടെ ബ്രദറിന്റെ വാക്കുകളിലൊന്ന് പറയാമോ? ഞാനിങ്ങനെ മദ്യപിച്ചിട്ടാണ് റൂമിലേക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെ TV കാണാനായിട്ട് തന്നെ ഒരു ആഗ്രഹം പറയണ്. ഈ സഹോദരൻ എന്നോട് പല പ്രാവശ്യം ഇങ്ങനെ പറയെങ്കിലും ഞാൻ അധികം അങ്ങനെ വിശ്വസിച്ചില്ല. ആളെ ലീവിന് പോയി. അപ്പം ഇങ്ങനെ എൻ്റെ ഉള്ളിൽ തന്നെ തോന്നണം, ഇങ്ങനെ ഈ പ്രോഗ്രാം കാണുക. അപ്പോൾ ഞാൻ TV വെച്ചു. അപ്പോൾ അതിൽ ബഹ്റൈനിൽ വെച്ചിട്ടാണ്, വീട്ടിൽ വെച്ചിട്ടില്ല. കൂട്ടുകാരൻ ലീവിന്, ഇരിഞ്ഞാലക്കുട സ്വദേശിയാണ് ആള് ലീവിന് പോന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ റൂമിലുള്ളൂ. അപ്പോൾ ഞാൻ TV വെച്ചു. അപ്പോൾ അതിൽ യേശു എന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ച് ജീവിക്കുന്നു, ആ യേശുവിൽ വിശ്വസിച്ചാൽ നിത്യജീവനുണ്ട്, പാപമോചനമുണ്ട്, അങ്ങനെ ഒരു യേശു ഉണ്ടെങ്കിൽ ആ യേശുവിനെ എനിക്ക് അറിയണമെന്ന് ഞാൻ വെറുതെ ആ റൂമിലിരുന്ന് ഇങ്ങനെ പറഞ്ഞുള്ളൂ. പക്ഷേ കുറച്ച് ഞാൻ കിടക്കണ സമയത്ത് എനിക്ക് ഉറക്കം വരണില്ല. ആദ്യം എൻ്റെ ഉള്ളിൽ അതുവരെ ഞാൻ ചെയ്യുന്നതൊന്നും തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോൾ തുടങ്ങി എനിക്ക് പാപബോധം വരാൻ തുടങ്ങി. ഞാനൊരു പാപിയാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. അപ്പം അങ്ങനെ ഒരു
യേശുവെ നീ എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ എൻ്റെ പാവം മോചിക്കണം, ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആ കട്ടിലിൽ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാൻ അപ്പോൾ പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീ ആയി. പിന്നെ ഞാൻ പാപിയല്ല ഇതുവരെ ഞാൻ പാപിയല്ല എന്നുള്ളൊരു ബോധ്യമാണ് എൻ്റെ ഉള്ളിൽ. അതാ യേശു തരുന്ന ഒന്നാമത്തെ ദാനം. സമാധാനം കിട്ടി, മദ്യപാനം മാറി, ഭയങ്കര സന്തോഷം വന്നു. എന്നെ നിയന്ത്രിക്കാൻ തന്നെ ഒരാൾ വന്ന മാതിരി കൂടെ. ആ നിയന്ത്രണത്തിന് ദൈവരാജ്യം എന്ന് പറയുന്നത്. ആമേൻ. കർത്താവ് നമ്മുടെ മേൽ രാജ്യത്വം നടത്തുക. ദൈവരാജ്യം എന്ന് പറയുന്ന ഈ ഭൂമിയിൽ ഏതെങ്കിലും ഗവൺമെന്റിനെ അട്ടിമറിച്ച് അവിടെ യേശു ഒരു സിംഹാസനം സ്ഥാപിക്കുന്ന പരിപാടിയല്ല. ഹൃദയത്തിനകത്ത് വാണ് സമാധാനവും സന്തോഷവും കൊടുക്കുന്ന ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഓ, കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പത്ത് വർഷം മുൻപ് കിഡ്നി ഫെയിലിയർ ആയതാണ്. അപ്പം അനേകം ഡയാലിസിസ് ചെയ്തു. അങ്ങനെ അമല ഹോസ്പിറ്റലിൽ കഴിഞ്ഞ മാസം കിടക്കുമ്പോൾ കുന്നംകുളം സഭയിലുള്ള ഒരു സഹോദരി പറഞ്ഞ് അവിടെ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നു. ഞങ്ങൾ സഹോദരന്മാർ അവിടെ ചെന്നപ്പം ഈ സഹോദരി എണീക്കാൻ പോലും വയ്യാതെ ബെഡിൽ കിടക്കുമായിരുന്നു. ഞങ്ങൾ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഞങ്ങളല്ല സിസ്റ്ററെ സൗഖ്യമാക്കുന്നത്, ഞങ്ങൾ പറയുന്ന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടെന്ന് പറഞ്ഞു. ഈ സഹോദരിയോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ചേഞ്ച് വി നീഡ് മാഗസിനും കൊടുത്തു. അതിനകത്ത് ലങ്സ് സൗഖ്യമായ ഒരു സഹോദരിയുടെ സാക്ഷ്യത്തെക്കുറിച്ച് ഈ സഹോദരി അപ്പം തന്നെ പറഞ്ഞു. അങ്ങനെ അന്ന് പ്രാർത്ഥിച്ച ആ നിമിഷം മുതൽ, സാധാരണ കിഡ്നി പേഷ്യൻ്റ് ആയതുകൊണ്ട് ബാക്ക് പെയിന് ഒത്തിരി വർഷങ്ങളായിട്ട് മാറാത്തതായിരുന്നു. ആ ബാക്ക് പെയിൻ അന്ന് തന്നെ സൗഖ്യമായി. അങ്ങനെ ഡിസ്ചാർജ് ആകാൻ ബുദ്ധിമുട്ടായിട്ട് കിടക്കുമായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ആകുന്ന അന്ന് ഡോക്ടർമാർ പറഞ്ഞു നിങ്ങളുടെ ബ്ലഡും സാമ്പിളുകളും എടുത്തിട്ട്, കാരണം ഓപ്പറേഷൻ പറഞ്ഞിരിക്കുക. അങ്ങനെ സാമ്പിൾ എടുത്തിട്ട് എറണാകുളം മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി അയച്ചതിന് ശേഷം 10 ദിവസം കഴിയുമ്പോൾ റിസൾട്ട് വരും, അന്ന് ഒന്നുകൂടെ വന്ന് കാണണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക ഡോക്ടർമാർ. എന്നാൽ 10 ദിവസം ശേഷം ഈ സഹോദരി അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുന്നംകുളത്ത് നടന്ന ആരാധനയിൽ പങ്കെടുത്തു. വളരെ സന്തോഷത്തോടെ ആയിരിക്കുമ്പോൾ റിസൾട്ട് വന്ന് ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, ഓപ്പറേഷൻ വേണ്ട, ഡയാലിസിസും വേണ്ട. തോമസ് കുട്ടിമാരെ, ഈ സഹോദരി ഭയങ്കര സന്തോഷത്തിലാണ്. സിസ്റ്റർ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നാണോ? ചെയ്തതാണ്. എത്ര നാള്? 6 മാസം. 6 മാസം ഡയാലിസിസ് ചെയ്തതാ? അത് 10 വർഷം മുമ്പായിരുന്നു. അതിനുശേഷം കിഡ്നി മാറ്റി വെച്ചു. ഇപ്പോൾ 2 വർഷം മുമ്പാണ് ചെറുതായെങ്കിലും ആ കിഡ്നിക്ക് പ്രോബ്ലം തുടങ്ങിയത്. 3 മാസത്തിന് മുമ്പ് ഒട്ടും വയ്യാതെ മാറ്റി വെച്ച കിഡ്നി, അതിന് പിന്നെയും പ്രയാസം ഉണ്ടോ? അപ്പോഴാണ് സുനീഷ് ബ്രദർ അമല ഹോസ്പിറ്റലിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. പിന്നീട് കുന്നംകുളത്തുള്ള സ്വർഗീയ വിരുന്നിൽ ഞാൻ പങ്കെടുത്തു. അന്ന് ഒരുപാട് സൗഖ്യങ്ങൾ ഉണ്ടായെങ്കിലും എനിക്ക് സൗഖ്യം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം തൊട്ട് അടുത്തുള്ള ചേച്ചിമാരൊക്കെ പറഞ്ഞു എനിക്കൊരു തണുപ്പ് അനുഭവപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് അവിടെ ഇതൊരു വലിയ പ്രശ്നമാണ് കേട്ടോ. ഇത് തണുപ്പ് അനുഭവപ്പെടണമെന്നില്ല. പ്രത്യേകിച്ച് ഓർത്തോണെ, ചിലർക്ക് തണുപ്പ് അനുഭവപ്പെടും, ചിലർക്ക് സ്പർശനം തോന്നും. അത് എനിക്ക് തോന്നിയില്ലല്ലോ. പക്ഷേ എനിക്ക് 2 വർഷം മുമ്പ് തന്നെ എനിക്ക് അത് അനുഭവപ്പെട്ട ആളാണ് ഞാൻ. പക്ഷെ ഞാനത് അത്ര വലിയ കാര്യമായി ഒന്നും എടുത്തിരുന്നില്ല. പക്ഷേ യേശു എന്നെ അന്നേ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നെ ചെക്ക് ചെയ്യുമ്പം എന്താ ഡോക്ടർ പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞു ഇനി ഈ അസുഖം മുന്നോട്ട് പോകാൻ പറ്റില്ല, കിഡ്നി ഫെയിലിയർ ആയിട്ടുണ്ട്, ഡയാലിസിസ് വേണ്ടി വരും, പിന്നെ തുടർന്ന് കിഡ്നി മാറ്റി വയ്ക്കുക തന്നെ വേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ദൈവമേ എന്തുകൊണ്ടാണ് അന്ന് തണുപ്പ് അനുഭവപ്പെട്ടപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അത് പൂർണ്ണമായി മാറ്റി എന്ന് മനസ്സിലാക്കാതിരുന്നത്. ഇനി ആ കിഡ്നിക്ക് എൻ്റെ മരണം വരെ ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇപ്പം നോർമലാണോ? നോർമലാണ്. ഇപ്പോൾ ഇനി ഡയാലിസിസ് വേണ്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. തോമസ് ഡുവാറെ, ഇപ്പോൾ ഈ സഹോദരി ബാങ്കിങ്ങിന് പോകാൻ വേണ്ടി ഒരു കോച്ചിങ്ങിന് ചേർന്നിരിക്കുക. മാത്രമല്ല കഴിഞ്ഞ ഞായറാഴ്ച ആ മീറ്റിങ്ങിന് കടന്നു വന്നത് 25 കിലോമീറ്ററോളം തനിയെ 2 വീലർ ഓടിച്ചുകൊണ്ടാണ് ഈ സഹോദരി മീറ്റിങ്ങിന് കടന്നു വന്നത്. പ്രിയപ്പെട്ടവർ, ഇതുപോലെ മദ്യപാനത്തിൽ നിന്ന് അത്ഭുത വിടുതൽ തന്ന അതേ യേശു, ആ കിഡ്നി പ്രോബ്ലം സൗഖ്യമാക്കിയ അതേ കർത്താവ് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അതെ, യേശുവിൻ്റെ ജനനത്തിന് മുമ്പ് മറിയോട് കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കുമെന്ന വചനം നിന്നിൽ നിറവേറാൻ പോവുകയാണ്, കന്യകയായ നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാവുമെന്നൊക്കെ പറയുന്ന ആ സമയത്ത് മറിയ പറയുക, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെനിക്ക് എങ്ങനെ സംഭവിക്കും? അവിടെ കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ.
ആ വചനം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേക്ക് ഒന്നും അസാധ്യമല്ല, ഇത് നടക്കത്തില്ല, തീർന്നു, ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. യേശുവിൻ്റെ നാമത്തിൽ ആ വ്രണം സൗഖ്യമാകട്ടെ, ആ വർഷങ്ങളായ ആ സ്കിൻ പ്രോബ്ലം സൗഖ്യമാകട്ടെ, കണ്ണിന് കാഴ്ച ലഭിക്കട്ടെ, കാത് കേൾക്കട്ടെ. കർത്താവെ, വേദനയോടെ കേൾക്കുന്ന മക്കൾ, സാമ്പത്തിക പ്രശ്നമായി, കുടുംബ പ്രശ്നമായി, ഏത് വേദനയിലാണ്, ഇനി നടക്കത്തില്ല, തീർന്നു എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് ഇപ്പോൾ തന്നെ അത്ഭുത വിടുതൽ യേശു നിമിത്തം ഉണ്ടാകട്ടെ. കർത്താവ് ചെയ്തതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് അത്ഭുത വിടുതൽ തന്നിട്ടുണ്ട്. ഈ യേശുവിനോടൊത്തുള്ള ജീവിതം ഒരു മതപരമായ ബന്ധമല്ല, ഈ ലോകത്തിൽ സമാധാനവും നിത്യജീവനും. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെയും ബ്ലസ് യു ഇൻ ജീസസ് നെയിം, ആമേൻ. हमको सिखाए प्रेम की परिभाषा को, प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति।